ടെറസിന് മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ മുട്ടുകളൊക്കെ വിടരാൻ വേണ്ടി ആയിട്ടുണ്ട്. എല്ലാ തൈയിലും പുഷ്പങ്ങളുണ്ട്. കുറേയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ കാണിച്ചതല്ല, മഴയത്ത് വീണ് നശിച്ചു പോയിരുന്നു. ഇനിയും കൂടുതൽ പുഷ്പിക്കും എന്ന പ്രതീക്ഷയിലാണ്. ഇനി വേറൊരു ഭാഗത്തേക്ക് ഞാൻ ഡ്രാഗന് നടുന്നുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടാവും. ഇത് ഇനി കൊണ്ടുപോകാനോ വേറെ സ്ഥലത്തേക്ക് മാറ്റാനൊന്നും സാധിക്കില്ല. കാറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റാൻ ഇതുപോലെ കുറച്ച് ഒരു 10-12 ഫ്രൂട്ട്സ് തൈകളോളം നടാൻ പറ്റുന്നൊരു സ്ഥലം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടി കാണിച്ചു തരാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൃഷിഭവനിൽ നിന്ന് ഏകദേശം 3 മാസത്തോളം പ്രായമുള്ള ഡ്രാഗൺ തൈയാണിത്. അവിടുന്ന് സൗജന്യമായി കിട്ടിയപ്പോൾ ഇതുപോലെ കണ്ടെയ്നർ കൊണ്ടുവന്ന് നട്ടതാണ്. അത് മൊട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ മുകളിൽ വളർന്നെത്തിയതേ ഉള്ളൂ, ഒറ്റ തണ്ട്. അതിൽ തന്നെ പുഷ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എത്ര മാസം എത്ര വർഷമെന്ന് പറയാനില്ല. ഓരോ സമയത്തിനും അതിൻ്റെ സൗകര്യത്തിനും അനുസരിച്ച് പുഷ്പം വരുമെന്നത്. താഴത്ത് എല്ലാം ഓരോ തണ്ടിലിങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും മൊട്ടിട്ടുണ്ട്. ഇതും നമ്മുടെ തൃക്കരിപ്പൂർ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിറയെ പുഷ്പങ്ങളാണ്. 2 കായായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. ഏകദേശം 10-20 ദിവസം കൊണ്ട് ഇത് നമുക്ക് പറിച്ചെടുക്കാനുള്ള പാകത്തിലേക്ക് മാറും. ഇതൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. എല്ലാം ഉഷാറായി വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.